ഹായ്, ഓണം സ്പെഷ്യലിലൂടെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ക്യാബേജ് തോരനാണ്. അതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യാബേജ് കൊത്തിയരിഞ്ഞത് 200 ഗ്രാം, സവാള കൊത്തിയരിഞ്ഞത് 1 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 5-6 അല്ലികൾ, ഇഞ്ചി കൊത്തിയരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം, തേങ്ങ അരമുറിയുടെ പകുതി, പച്ചമുളക് 3, ജീരകം ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 3 ടീസ്പൂൺ, കടുക് 1/4 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉണക്കമുളക് ആവശ്യത്തിന്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചീനച്ചട്ടി ചൂടായതും ഞാനതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായതും നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കൊത്തിയരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പം ഞാനിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണൊന്നും ഇല്ല, അതിലും കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റാം. ഇപ്പം നമുക്കിതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് സമയത്തേക്ക് നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. ഇനി നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പോൾ ക്യാബേജിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ തേങ്ങയും 3 പച്ചമുളകും ഒരല്പം ജീരകവും ചേർത്താണ് അരച്ചെടുത്തത്. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടൊന്നുമില്ല. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കണം. ഇളക്കണ്ട, ഇപ്പോഴേ അതൊന്ന് പൊതിഞ്ഞ് കവർ ചെയ്ത് വെച്ചതിന് ശേഷം അത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ക്യാബേജൊക്കെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണമെല്ലാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഒരല്പം ജീരകവും കൂടെ ചേർത്തൊന്ന് എണ്ണയിൽ വറുത്തെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചീനിച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ഞാനതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലയും ഉണക്കമുളകും നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് 1 നുള്ള് ജീരകം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ചൂടാക്കിയെടുക്കണം. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമുക്കിത് തോരനിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം.